ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാനൂസ് റേഡിയോ. എമ്പുരാൻ എമ്പുരാൻ എമ്പുരാൻ. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എമ്പുരാന്റെ റിവ്യൂസ്, എമ്പുരാൻ ന്യൂസുകൾ, അപ്ഡേറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതുവരെയായിട്ട് ഇത്രയും ഹൈപ്പുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. എമ്പുരാൻ എന്നൊരു പടം ഇത്രയും ഹൈപ്പ് വരാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമില്ല, അതിൽ ആദ്യത്തെ കാരണം ഒറ്റ കാര്യം, ലാലേട്ടന്റെ പടം. നമ്മൾ മലയാളികൾ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന രണ്ട് സൂപ്പർ സ്റ്റാർസ് ആണ് മമ്മൂട്ടി, ലാലേട്ടനും. അവര് അന്നും ഇപ്പോഴും പല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് മമ്മൂക്കയുടെ വ്യത്യസ്തമായ പല കഥാപാത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആവുകയും ലാലേട്ടന്റെ ലൂസിഫറിന് ശേഷം പല ചിത്രങ്ങൾ പരാജയപ്പെടുകയുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് റോൾസ് ഒക്കെ നമ്മുടെ ലാലേട്ടന് നേരിട്ട് വന്നിട്ടുണ്ട്. ഏത് മലയാളികളും ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടന്റെ പടവും ഒരു മാസ് എന്റർടൈൻമെന്റ് കൊമേഴ്ഷ്യൽ പടം സൂപ്പർ ഹിറ്റ് ആവണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ലൂസിഫറിൽ നിന്നും എംബ്രാനിലേക്ക് വരുമ്പോൾ ആ എംബ്രാനിലെ ഒരു വിശ്വാസം മലയാളികൾക്ക് ഉണ്ടാവണമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറയുന്നത് ലൂസിഫറിന്റെ ഡയറക്ടറായ പൃഥ്വിരാജ് സുകുമാരൻ എന്നൊരു വ്യക്തിയാണ്. ട്രെയിലർ ഇറങ്ങിയത് പിന്നെ ഒന്നും നോക്കിയില്ല, ഫാൻസും മലയാളികൾ എല്ലാവരും ബുക്കിംഗ് തുടങ്ങി. ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ മാതിരി ബുക്കിംഗ്, ചെറപറ ബുക്കിംഗ്. പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇതുവരെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതിൽ കുറച്ച് അപ്ഡേറ്റ്സിൽ വന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീ ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട്, മലയാള സിനിമയുടെ വേൾഡ് വൈഡ് പ്രീ ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട്. അതിൽ ഇതുവരെ ഉണ്ടായിരുന്നത് 20 കോടിയായിട്ട് മരക്കാരായിരുന്നു, 20 കോടി. തൊട്ട് താഴത്ത് കുറുപ്പായിരുന്നു ദുൽഖർ സൽമാന്റെ 19 കോടി. അതിന്റെ തൊട്ട് താഴത്ത് ഒടിയൻ 18 കോടി. അതിന്റെ തൊട്ട് താഴത്ത് ടർബോ 16 കോടി. ഇപ്പോ എമ്പുരാൻ ഇവരെക്കാളും രണ്ടിരട്ടി, അതായത് 20 കോടിയെ മരക്കാരനേക്കാളും രണ്ടിരട്ടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ നിലവിൽ റിപ്പോർട്ട് പ്രകാരം 32 കോടി കളക്ഷൻ വന്നിരിക്കുന്നു. 32 കോടി കളക്ഷൻ പ്രീ ബുക്ക്. ഇനിയും 4 ദിവസം ഉണ്ട്. അത് എന്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോ 40 കോടി 45 കോടിയൊക്കെ എത്തുമായിരിക്കാം. ഈ ഒരു റെക്കോർഡ് ഇനിയൊരാള് മറികടക്കുന്ന വെച്ചാൽ ചാൻസ് കുറവാ. എന്നാലും ഇനി ചാൻസ് ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, കാരണം ദുൽഖർ സൽമാൻ ആയിരിക്കും. കാരണം പാൻ്റെ ലെവലിൽ അദ്ദേഹത്തിന്റെ കുറെ പടങ്ങൾ ഹിറ്റ് ആവുകയാണ്. പാൻ്റെ ലെവലിലേക്ക് നോക്കുമ്പോൾ ദുൽഖർ സൽമാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും എമ്പുരാൻ ആ ഒരു റെക്കോർഡ് തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ട് വേറെ റെക്കോർഡ് കൂടി എമ്പുരാൻ തിരുത്തി കുറിച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്ക് മൈ ഷോയില് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയില്ലേ, ഇന്ത്യയില് എമ്പുരാൻ 856K. ഇതുവരെ ബുക്ക് മൈ ഷോയില് സോൾഡ് ഔട്ട് ആയത് 856K. അതിന്റെ തൊട്ടടിയിൽ ഇപ്പൊ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ ജവാനാണ്, നമ്മുടെ SRKയുടെ ജവാൻ 434K. അതിന്റെ തൊട്ടടിയിൽ ലിയോ 275K. അതിന്റെ ഇടയിൽ ടൈഗറിന്റെ ഒരു ഫിലിം കണ്ടാണ്, അത് 225K ആയതുകൊണ്ടാണ്. അതിന്റെ ഇടയിലാണ് പുഷ്പവന 210K. നമ്മുടെ എമ്പുരാൻ, അതായത് ലാലേട്ടന്റെ സിനിമ, മലയാളികളുടെ സിനിമ, ഇനി നമ്മുടെ എമ്പുരാൻ പിടിച്ചാൽ കിട്ടൂല. കാരണം വേറൊന്നുമല്ല, ഫസ്റ്റ് ഡേ ഇപ്പൊ ഈ ഓൾറെഡി നല്ലൊരു ഹൈപ്പായ പടം, ഇനി ഫസ്റ്റ് ഡേ ഒരു പോസിറ്റീവ് റിപ്പോർട്ടോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പോസിറ്റീവ് റിപ്പോർട്ടോട് വന്നു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ലെവല് പല പല റെക്കോർഡുകൾ, ഇൻഡസ്ട്രി അടിക്കാതിരിക്കാനുള്ള ഒരു ഇതും ഞാൻ കാണുന്നില്ല. ഇത് ഇൻഡസ്ട്രി അടിച്ചിരിക്കും, ഉറപ്പായിട്ട് അടിച്ചിരിക്കും. പിന്നെ കളക്ഷൻ, മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും. എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകളായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.